അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷംസുദ്ദീൻ മൗലവിയുടെ വോയിസുകളൊക്കെ കേട്ടു. അദ്ദേഹം ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായി മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 2 വോയിസുകളിലും അദ്ദേഹം കാര്യമായി പറഞ്ഞത് റസൂലിൻ്റെ ഖബറിങ്കൽ വന്നുള്ള ഇസ്തിശ്ഫാ യതശഫഉ ബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ റസൂലിൻ്റെ ഷഫാഅത്ത് എനിക്ക് തരണേ എന്ന് അള്ളാഹിനോട് പറയലാണ് എന്നാണ്. എന്നാൽ ഇവിടെ ഇട്ടിരിക്കുന്നത് സാക്ഷാൽ മുജാഹിദുകളുടെ വലിയ നേതാവായ മുഹമ്മദ് മൗലവിയുടെ പുസ്തകമാണ് തവസ്സുൽ. അതിൽ വളരെ കൃത്യമായി അർത്ഥം കൊടുത്തിരിക്കുന്നു. നബിയെ, എൻ്റെ രക്ഷിതാവിലേക്ക് ശുപാർശ ചെയ്യാൻ അങ്ങയോട് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു. അപ്പം നിങ്ങളുടെ നേതാക്കന്മാർക്ക് ഈ തൗഹീദൊന്നും അറിയൂലേ? അല്ലെങ്കിൽ എഴുതി വെച്ചത് കളവാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ജിന്ന് വന്ന് തിരുത്തിയതാണോ? അല്ലാഹു ആലം. നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഈ ഹക്ക് ബാത്തിലാക്കാൻ, കളവ് ആക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും ഇതൊന്നും പുലരാൻ പോകുന്നില്ല. മാത്രമല്ല, ഇതിനോട് സമാനമായ സംഭവം നവവി ഇമാമിൻ്റെ സമകാലികനായ ഖുർത്തുബി ഇമാം അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇതേ വാക്യത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവന്നത് എന്താണ്? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറിങ്ങിൽ വന്നിട്ട് പറയുകയാണ്, ഖദ് ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ തെറ്റ് ചെയ്തിരിക്കുന്നു. വജിഅതുക, നബിയെ അങ്ങയുടെ അരികിൽ ഞാൻ വന്നിരിക്കുന്നത് അവിടെ നിന്ന് എനിക്ക് വേണ്ടി പാപമോചനം തേടാൻ വേണ്ടിയാണ്. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ എത്ര വട്ടം ഞാൻ ചോദിച്ചു, ഇത് ശിർക്കാണോ? മുഹമ്മദ് മൗലവിയും ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയും ഒക്കെ ഈ പറഞ്ഞത് ശിർക്കാണോ? നബിയെ, ഇതാ ഞാൻ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയെ, അവിടെ നിന്ന് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങളെ പുറത്തു കിട്ടാൻ വേണ്ടി തേടണം യാ റസൂലല്ലാഹ് എന്ന് നബിയോട് പറഞ്ഞാൽ ശിർക്കാണോ അല്ലേ? എത്ര ചോദിച്ചു, ഇതുവരെ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇനി ഞാനിവിടെ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷംസുദ്ദീൻ മൗലവി പറയുന്നത് സമയം കിട്ടുന്നില്ല ഉത്തരം പറയാനെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പരിഗണിക്കുന്നു. അപ്പോൾ എനിക്കിവിടെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടത് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം മുശ്രിക്കാണോ? നിങ്ങളുടെ നേതാവായ മുഹമ്മദ് മൗലവി അദ്ദേഹം മുശ്രിക്കാണോ? ഇനി ഇതേ ആശയം പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെ മുശ്രിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതും കൂടി കൊണ്ടുവന്നുതരാം. ഇമാം ബൈഹഖി ഇമാം പറഞ്ഞിട്ടുണ്ട്, വേറെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഇവിടെ ചോദിച്ചിരുന്നു, ഇതൊന്നും ഉത്തരമില്ല, ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ സ്വഹാബത്ത് റസൂലിൻ്റെ ഖബറിങ്ങിൽ വന്ന് സഹായം തേടിയ സംഭവം എന്താണ് ഇപ്പം അതിൻ്റെ നിലപാട്? അത് ശിർക്കാണോ? ഇതുവരെ മിണ്ടിയിട്ടില്ല. ഔലിയാക്കൾക്ക് എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനും കാണാനും അറിയാനൊക്കെ ഉള്ള കഴിവ് അള്ളാഹു നൽകും എന്ന് റാസി ഇമാം വിശദീകരിച്ചിട്ടുണ്ട്. ഖുദ്സിയായ ഹദീസ് വിശദീകരിച്ചുകൊണ്ട്. ഷിർക്കാണോ? ഞാൻ ചോദിച്ചു, പലവട്ടം ചോദിച്ചു. ഇനി വേണമെങ്കിൽ ഞാനൊരു മുദ്ര പേപ്പറിൽ എഴുതിയിട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അയച്ചുതരാം ഉത്തരം. ഇനി അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടെങ്കിൽ. അത് എത്ര എളുപ്പമാണ് ചോദ്യത്തിന് മറുപടി പറയാൻ. ഷിർക്കാണ് അല്ലെങ്കിൽ അല്ല, എത്ര സിമ്പിളാണ് ചോദ്യം. അത് ഒരു വലിയൊരു ആനക്കാര്യമൊന്നുമല്ല, ജനങ്ങളൊക്കെ ഒന്ന് കേൾക്കാനല്ലേ നമ്മൾ പറയുന്നത്. അത് ഷിർക്കാണോ? ഒന്ന് പറയൂ. 3-4 ഇമാമിങ്ങളെ ഞാൻ കൊണ്ടുവന്നു. യാ റസൂലല്ലാഹ് അസ്അലുക ഷഫാ, നബിയെ അങ്ങയോട് ഞാനിതാ ഷഫായത്ത് ചോദിക്കുന്നു നബിയെ, അവിടെ നിന്ന് എനിക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യണം നബിയെ എന്ന് നബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷിർക്കാണോ? എത്രയോ ഇമാമിങ്ങളെ ഞാൻ കൊണ്ടുവന്നു, ഒരൊറ്റ മറുപടി ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് മഹാനായ ഇമാം മറാക്കിഷ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു കള്ള മുസ്ലിയാരാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ഇമാമിങ്ങളെ തള്ളാതെ, ഇമാമിങ്ങൾ മുശ്രിക്കുകളാണ് എന്ന് പറയാതെ, ഇമാമിങ്ങളുടെ തൗഹീദ് പിഴച്ചതാണ് എന്ന് പറയാതെ നിങ്ങൾക്ക് നിങ്ങളുടെ തൗഹീദ് സമർത്ഥിക്കാൻ കഴിയൂല. ഞാൻ ചോദിച്ചു, മറാക്കിഷ് ഇമാമിനെ മഹത്വം പറഞ്ഞ വ്യക്തിയാണ് ഇമാം ഫാക്കിഹാനി റഹ്മത്തുള്ളാഹി. ഇമാം ഫാക്കിഹാനി മാലിക്കി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനാണ്. ശരി, മറാക്കിഷ് ഇമാം മുശ്രിക്കാണ്, മുസ്ലിയാക്കന്മാരെ പോലെ ഒരു കുബൂരിയാണ്. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് ഖുബൂരിയാണോ? ഫാക്കിഹാനി ഇമാം അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഇദ്ദേഹത്തിൻ്റെ മഹത്വം ഇദ്ദേഹത്തിൻ്റെ കിതാബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഷിർക്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മഹാനായ ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് ഷാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ, സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇമാം, 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതൻ, അദ്ദേഹം മുശ്രിക്കാണ്? അദ്ദേഹമൊക്കെ ഈ ഫാക്കിഹാനി ഇമാമും അദ്ദേഹവും ഒക്കെ മറാക്കിഷ് ഇമാമിൻ്റെ മഹത്വം പറഞ്ഞ ആളാണ്. അവരുടെ കിതാബ് തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഈ കൊണ്ടുവന്ന മിസ്ബാഹുൽ ഉലമാ എന്ന കിതാബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർക്ക് ആർക്കും തിരിയാത്തൊരു ഷിർക്ക് നിങ്ങൾ കുറച്ച് ആളുകൾക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്താണ് പറഞ്ഞത്. മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന ഹൃദയം ചിന്തിച്ചുകൂടെ? ആ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, പ്രസക്തമായൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇമാമിയങ്ങളിൽ ഒരാൾ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ആണ്.
മറ്റൊന്ന് ഇമാം അസ്കലാനി റഹിമുള്ളയാണ്. പിന്നെ സുയൂത്തി ഇമാമിനെ ഉദ്ധരിക്കുന്നത് കേട്ടു, അള്ളാഹുവേ. അതുപോലെ തന്നെ ഇമാം ഗസാലി റഹിമുള്ളയെ ഉദ്ധരിക്കുന്നതൊക്കെ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോൾ വിഷമഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടിമകളെ വിളിച്ച് സഹായം തേടിയത് ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. താങ്കൾ പറഞ്ഞത് ജിന്നും മലക്കൊക്കെ ആവാൻ വ്യക്തമായ നിക്കൽ കൊണ്ടുവന്ന് സമർത്ഥിക്കണം അത് ആരോടാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന് മറുപടി പറയാം. അല്ല, താങ്കളൊന്നും പറയാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ എങ്ങനെ? ജനങ്ങൾ ഇതൊക്കെ ഒന്ന് കേൾക്കണ്ടേ? അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ല, ഞാൻ ചോദിക്കട്ടെ, മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലയുടെ അഖീദ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ അദ്ദേഹത്തൊക്കെ കൊണ്ടുവന്നത്? നിങ്ങളുടെ ആശയ പാപ്പരത്വത്തിൻ്റെ തെളിവല്ലേ അത്? ഇമാം ഗസാലി റഹിമഹുല്ല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ അദ്ദേഹം വലിയ ബിദ്അത്ത് നടത്തി കൂട്ടിയ ആളാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങളെങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരിക? ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ കിതാബിൽ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മനുഷ്യന്മാർ ആ മഹാന്മാരോട് ഷഫാഅത്ത് തേടണം, മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കണം, അവർക്ക് ഗുണം കിട്ടുമെന്നൊക്കെ ഖബറിൽ കിടക്കുന്ന ഖബറാളിയിൽ നിന്ന് കിട്ടുമെന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളെ തൗഹീദിനെതിരല്ലേ? പിന്നെ നിങ്ങൾ കൊണ്ടുവന്നത് മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടുത്തെ വഹാബികൾ, മുജാഹിദുകൾ, ഇനി വഹാബികൾ എന്ന് പറയാൻ പാടില്ലല്ലോ, ഓക്കെ, ഞാൻ പിൻവലിച്ചു. ഇവിടുത്തെ സലഫികൾ എന്ന് പറയുന്ന മുജാഹിദുകൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഇസ്തിഹാസയുടെ ബൈത്താണ് ബുർദ. ഇമാം ബൂസൂരി റഹിമഹുല്ലയുടെ ബുർദ, വസീറത്തുൽ ബുർദ എല്ലാവർക്കും അറിയാം. ആ ബുർദ ചൊല്ലുകയും അതിൻ്റെ സനദ് അടക്കം സ്വീകരിക്കുകയും മഹാനായ ഇമാം ബൂസൂരി റഹിമഹുല്ലയെ മഹത്വപ്പെടുത്തുകയും ചെയ്ത മഹാനാണ് ആര്? മഹാനായ ഇമാം അസ്കലാനി റഹിമഹുല്ല. ആ അസ്കലാനി ഇമാമിനൊക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ തനിച്ച ഷിർക്ക് പ്രചരിപ്പിച്ച അസ്കലാനി ഇമാമിനെ ഒന്നും ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കൊണ്ടുവരരുതേ എന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അതൊന്നും ശരിയായ രീതിയല്ല. നിങ്ങളുടെ തൗഹീദുള്ള ആളുകളെ കൊണ്ടുവരുമോ? നിങ്ങൾ ഈ ഖുറാഫികളെന്നും കുബൂരികളെന്നും നിങ്ങൾ തന്നെ വിളിക്കുന്ന ഇമാമിങ്ങളെ എന്തിനാണ് നിങ്ങൾ തെളിവിന് കൊണ്ടുവരുന്നത്? നിങ്ങൾ കൊണ്ടുവരുന്ന ഇമാമിങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇമാം ഗസാലി റഹിമഹുല്ലാ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇമാം സുയൂത്തി നിങ്ങൾ സ്വീകരിക്കൂല. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി ഇമാം ഇവിടെ ഷിർക്കിൻ്റെ ഏറ്റവും വലിയ ബൈത്താണ് എന്ന് പറയുന്ന ബുർദയെ അംഗീകരിക്കുകയും അത് ചൊല്ലുകയും അതിൻ്റെ ഫളിൽ പറയുകയും ചെയ്ത മഹാനാണ്. നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ കൊണ്ടു നടക്കുക? അപ്പം അദ്ദേഹം ഇസ്തിഹാസം അംഗീകരിക്കുന്ന വ്യക്തിയായില്ലേ, മുശ്രിക്കായില്ലേ? അപ്പോൾ ഇതിനൊന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് താങ്കൾ ചോദ്യങ്ങൾക്ക് നേർക്കുനേരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ വ്യക്തമായ മറുപടി പറയണം എന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. ഇവിടെ ഷംസുദ്ദീൻ മൗലവി ഒരു കല്ല് വെച്ച കളവ് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇതിൽ അൽ ഇസ്ലാഹിൽ കൊടുത്തിട്ടുള്ള അർത്ഥം ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെ അല്ലേ, അല്ലെങ്കിൽ എന്താ ഇവിടുത്തെ കുബൂരികൾ, ഇവിടുത്തെ കുബൂരികളായ മുസ്ലിയാക്കന്മാർ പറഞ്ഞ അർത്ഥമാണ് എന്നാണ് താങ്കൾ തട്ടിവിട്ടത്. അത് ഇതിലെവിടെയുള്ളത്? അങ്ങനെ ഒരു സംഭവത്തില്ല. താങ്കളുടെ വക താങ്കൾ എടുത്താണ്. കാരണം എന്താ, ഇതിൽ ആ മഞ്ഞ വരയിലിട്ടിരിക്കുന്നത് നിങ്ങളോട് അഥവാ അള്ളാഹുവിൻ്റെ റസൂലിനോട്, അങ്ങയോട് എൻ്റെ റബ്ബിനെ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ശുപാർശ ആവശ്യപ്പെടുന്നവനായും നിശ്ചയം ഞാൻ വന്നിരിക്കുന്നു എന്നാണുള്ളത്. എന്നിട്ട് അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് തഫ്സീർ ഇബ്നു കസീർ എന്നാണ്. തഫ്സീർ ഇബ്നു കസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും സമസ്തക്കാരൻ്റെ പുസ്തകമല്ലല്ലോ. അത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ മുജാഹിദുകൾ അംഗീകരിക്കുന്ന കിതാബാണ്. ആ തഫ്സീറിൽ കൊടുത്ത അർത്ഥമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അൽ ഇസ്ലാഹ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് സുന്നികൾ നൽകുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഖുറാഫികൾ നൽകുന്ന അർത്ഥമാണ് എന്ന് താങ്കൾ പറഞ്ഞത് കല്ലുവെച്ച കളവാണ്. ഇത് ഇവിടെ തെളിയിക്കണം ഇൻഷാ അല്ലാഹ്. അൽ ഇസ്ലാഹിൽ എവിടെയാണ് ഞങ്ങൾ നൽകിയിരിക്കുന്ന ഈ അർത്ഥം ഇവിടുത്തെ സമസ്തക്കാർ പറയുന്ന അർത്ഥമാണ് എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. നമ്മുടെ മുസ്ലിയാക്കന്മാർ അവർ ചോദിക്കുന്ന അടുത്ത ഒരു ചോദ്യം, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം വിജനപ്രദേശത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ യാത്രാവാഹനം നഷ്ടപ്പെട്ടപ്പോൾ ഇബാദല്ലാ അയ്നൂനി എന്ന് പറഞ്ഞു. അത് ജിന്നിനെയാണ് വിളിച്ചത് അല്ലെങ്കിൽ മലക്കിനെയാണ് വിളിച്ചത് എന്ന് നിങ്ങൾക്ക് എന്താ തെളിവ് എന്നാണ്. ഞാനതൊന്നും ഇവിടെ വാദിച്ചിട്ടില്ലല്ലോ, അപ്പോഴല്ലേ അതിൻ്റെ തെളിവ് പറയേണ്ട കാര്യമുള്ളൂ. ഏതായിരുന്നാലും ശരി, എന്താ അതിലുള്ളത്? അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കും. ഇവിടെ എന്നോട് തെളിവ് ചോദിച്ച മുസ്ലിയാർ, ആ മുസ്ലിയാർക്കൊരു ബാധ്യതയുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഗൈബിയായ ഹാദിറല്ലാത്ത സ്ഥലത്തില്ലാത്ത ഒരാളെയാണ് വിളിച്ചത് എന്ന് നിങ്ങൾ തെളിയിക്കണം. നമ്മൾ തമ്മിൽ തർക്കത്തിലുള്ള വിഷയം ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയല, അത് നമുക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം.
ഒരാൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു ഒരു പ്രശ്നം ഉണ്ടായി, ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരിക്കലും ദുആഇൻ്റെ പരിധിയിൽ വരില്ല മുസ്ലിയാരെ. അതുകൊണ്ട് തന്നെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ പേരിൽ ഷിർക്ക് ആരോപിക്കേണ്ട ഒരു വിഷയവും അതിലില്ല. അദ്ദേഹത്തിൻ്റെ ശരിയായ വാദങ്ങൾ എന്താ? അദ്ദേഹത്തിൻ്റെ അഖീദ ക്രോഡീകരിച്ചിട്ടുള്ള ഇമാം അബൂബക്കർ അൽ ഖല്ലാൽ, അദ്ദേഹം ഹിജറ 311 വഫാത്തായ വ്യക്തിത്വമാണ്. അദ്ദേഹം ഇസ്തിആദത്തിൻ്റെ ഹദീസുകളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഞാൻ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ തഅലീഖായിട്ട് അദ്ദേഹം പറയാണ്, വലാ യജൂസു അൻ യുഖാൽ, ഇപ്രകാരം പറയുക അനുവദനീയമാവുകയില്ല. ഉഈദുക ബിസ്സമാഇ ഔ ബിൽ ജിബാലി ഔ ബിൽ അംബിയാഇ ഔ ബിൽ മലായികത്തി ഔ ബിൽ അർശി ഔ ബിൽ അർദി മിമ്മ ഖലഖല്ല, അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മുഖേന നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയാൻ അനുവദിക്കപ്പെടുകയില്ല. അത് പർവ്വതങ്ങളാണെങ്കിലും ശരി, അതായത് സഫ മർവ പോലുള്ള അമ്പിയാക്കളാണെങ്കിലും ശരി, മലക്കുകളാണെങ്കിലും ശരി, ഇനി ഏറ്റവും വലിയ സൃഷ്ടിയായ അർശാണെങ്കിലും ശരി, അർളാണെങ്കിലും ശരി, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ വസ്തുവിനെയോ സൃഷ്ടിയെയോ വെച്ചുകൊണ്ട് റബ്ബിനോട് ശരണം തേടുക എന്നുള്ളത് അനുവദനീയമല്ല. എന്താ കാരണം? ലാ യതഅവ്വദു ഇല്ലാ ബില്ലാഹി ഔ ബികലിമാതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോടല്ലാതെ അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കലിമത്തുകളോടല്ലാതെ ശരണതേട്ടം നടത്തുന്നില്ല എന്നുള്ളതാണ് ഇമാം അഹമ്മദിൻ്റെ അഖീദ. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറയും അവരെന്താണ്, അദ്ദേഹം സൃഷ്ടികളോട് ഇസ്തിആദത്ത് നടത്തിയിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല, ഇസ്തിആനത്ത് നടത്തിയിട്ടില്ല, ദുആ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കണിശമായിട്ട് പറയും. അപ്പം അദ്ദേഹം ഇബാദല്ലാഹ് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗൈബിയായ വിളിയല്ല, അത് തർക്കത്തിലുള്ള ഇസ്തിഗാസയുമല്ല, അത് പറ്റൂലെന്ന് അദ്ദേഹം ഇവിടെ പഠിപ്പിച്ചല്ലോ. ഇനി ഇബ്നു ബത്ത അല്ലേ, അദ്ദേഹം ഹിജറ 387 വഫാത്തായ പൂർവികനാണ്. അദ്ദേഹം ഇതേ ഇസ്തിആദത്തിൻ്റെ ഹദീസുകളൊക്കെ ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞത് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയോട് ശരണതേട്ടം നടത്തുക അനുവദനീയമായി കാണുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് ഞാനത് പിന്നീട് വിശദീകരിക്കും. ഇനി ഇമാം ഖത്താബി, അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയെ കുറിച്ച് പറഞ്ഞു, വക്കാന അഹ്മദ് ബിൻ ഹംബൽ യസ്തദില്ലു ബിഖൗലിഹി ബികലിമാത്തില്ലാഹി താമ, അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാക്യങ്ങൾ കൊണ്ട്, വചനങ്ങൾ കൊണ്ട് ഞാൻ ശരണം തേടുന്നു എന്ന ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തെളിവ് പിടിച്ചത് എന്താണ്? അല അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖിൻ, ഖുർആൻ സൃഷ്ടിയല്ല എന്ന് അദ്ദേഹം തെളിവ് പിടിച്ചിട്ടുണ്ട്. കാരണം എന്താ? വഹുവ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബി മഖ്ലൂഖിൻ, ഒരു സൃഷ്ടിയോട് ശരണതേട്ടം നടത്തുകയില്ല. ഇത് ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട് എന്ന് അങ്ങനെ ഒറ്റവാക്കിൽ പറഞ്ഞ് കൂടി രക്ഷപ്പെട്ടാൽ മതിയാവുകയില്ല മുസ്ലിയാക്കന്മാരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ ഇബാദല്ലാഹ് അയ്നുനി മനസ്സിലാക്കാൻ സലഫികൾക്ക് ഒരു പ്രയാസവുമില്ല. ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഒരുപാട് കഥകൾ ഓരോന്നിൻ്റെയും കറക്റ്റായ പരമ്പരകളോട് കൂടി നിങ്ങൾ ഇവിടെ ഉദ്ധരിക്കും. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് പറയാം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രമാണം ഉദ്ധരിക്കാൻ കഴിയാത്തത്? ഒന്നുകിൽ ഖുർആൻ ആയത്തുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്വഹിഹായ ഹദീസുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ വ്യക്തമായ ഇജ്മാഅ്, സ്ഥിരപ്പെട്ട ഇജ്മാഅ് അല്ലെങ്കിൽ വ്യക്തമായ ഖിയാസ് അത് നിങ്ങളിവിടെ ഹാജരാക്കണം. അതൊന്നും നിങ്ങൾ കൊണ്ടുവരുന്നില്ല. നിങ്ങൾക്ക് തന്നെ സ്വഹിഹാണ് എന്ന് പറയാൻ നാവ് പൊന്താത്ത ദുർബല റിപ്പോർട്ടുകൾ, റുവിയ, തളൈഫിൻ്റെ സിയകളോട് കൂടിയിട്ട് വന്നിരിക്കുന്ന, ഉദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്ന ചില ഹിക്കായത്തുകൾ, ചില കഥകൾ, അതും പൊട്ടക്കഥകൾ, അത് മുഫസ്സിറുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ കൃത്യമായും അവരതിൻ്റെ സനത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് സ്വഹിഹാണോ അല്ലേ എന്ന് പരിശോധിക്കാനുള്ള അവസരം തന്നതോടുകൂടി അവർ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. പല കാരണങ്ങളാലാണ് ഇത്തരം കഥകൾ തഫ്സീറുകളിൽ ഉദ്ധരിക്കപ്പെടാറുള്ളത്. അത് വേറെ തന്നെ നമുക്ക് സമയമുള്ളിടത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് സന്ദർഭമുണ്ടെങ്കിൽ ഞാനത് വിശദീകരിക്കും. ഏതായിരുന്നാലും തഫ്സീറുകളാകട്ടെ, അതേപോലെ തന്നെ യുദ്ധചരിത്രങ്ങൾ വിവരിക്കുന്ന ചരിത്രങ്ങളാവട്ടെ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ട് വന്നാൽ അതൊന്നും പ്രമാണമായിട്ട് കൊണ്ടുവരാനോ ഉദ്ധരിക്കാനോ പറ്റുകയില്ല മുസ്ലിയാരെ. അത് സ്വഹീഹാണ് എന്ന് തെളിയിക്കുന്നത് വരെ അത് പ്രമാണത്തിൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുകയില്ല. പ്രമാണം എന്നുള്ള നിലക്ക് നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളിവിടെ വാദം എഴുതിയ വിഷയമുണ്ടല്ലോ, നിങ്ങൾ തൊട്ടിട്ടില്ല ഇതുവരെ. അത് നിങ്ങളുടെ വാദം തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഈ ചർച്ചാമുഖത്ത് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹു കൊടുത്ത മോചിസത്തിൻ്റെ കഴിവുകൊണ്ടും കറാമത്തിൻ്റെ കഴിവുകൊണ്ട് എവിടുന്ന് ഏതു ഭാഷയിൽ എത്രായിരം ആളുകൾ വിളിച്ചാലും അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ അത് കേൾക്കുമെന്നും ഉത്തരം ചെയ്യുമെന്നുമുള്ള നിങ്ങളുടെ വിശ്വാസം, അത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, ആലമുൽ ബർസഖിൽ മുഅ്ജിസത്തും കറാമത്തും ഉണ്ട്, എന്തേ നിങ്ങൾ മിണ്ടാത്തത്, എന്തേ നിങ്ങൾ നാക്കുപൊന്തിക്കാത്തത് എന്ന് ഞാൻ കൃത്യമായിട്ട് ഞാനിവിടെ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ പൂർവികരെയും ഉദ്ധരിച്ചിട്ടുണ്ട്, പിൽക്കാലക്കാരെയും ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ചാണ് ഉദ്ധരിക്കുന്നത്. ഞാൻ പിൽക്കാലക്കാരെ ഉദ്ധരിക്കുമ്പോഴേക്കും ഉടനെ മുസ്ലിയാർ വന്നിട്ട് തൈമിയം വാദക്കാരനാണെന്ന് പറയും. ഇബ്നു അബ്ദുൽ ഹാദിയെക്കുറിച്ച് എന്തൊക്കെയാണ് ഫാസിൽ മൗലവി നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എവിടുന്നാണ് ഇത് പഠിച്ചത്? നിങ്ങൾ സലഫികളുടെ അടുത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ ഇബ്നു അബ്ദുൽ ഹാദിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു ഹജർ പറഞ്ഞ എന്താ?
മഹറഫിൽ ഹദീത്തി വൽ ഉസൂലി വൽ അറബിയത്തി വായിരിഹാന. അദ്ദേഹം പിന്നെ ആപ്പയൂപ്പയല്ല, ഏതെങ്കിലും ഒരു പള്ളി ദർസിലെ മൊയ്യാരുട്ടിയല്ല, മനസ്സിലായില്ലേ? അദ്ദേഹം ഹദീസിലും ഉസൂലിലും അറബി ഭാഷയിലും മറ്റുള്ളവയിലുമൊക്കെ നൈപുണ്യം പ്രകടിപ്പിച്ച ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇമാം സുയൂത്തി അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയാൽ ഇമാമുൽ ഔഹദ്, അദ്ദേഹം വളരെ അതുല്യനായ ഒരു ഇമാമാണെന്നാണ് പറഞ്ഞത്. അൽ മുഹദ്ദിസുൽ ഹാഫിദ് അൽ ഹാദിഖുൽ ഫഖീഹ് അൽ വരിഉൽ മുഖരിർ അൻ നഹ്വി അൽ ലുഗവി. എന്തെല്ലാം പ്രത്യേകതകളാണ് ഇബ്നു അബ്ദുൽ ഹാദിയെക്കുറിച്ച് ഇമാം സുയൂത്തി. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ, നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ആളുകൾ പോലും ഇത്രമാത്രം അദ്ദേഹത്തെ പ്രശംസിച്ചിട്ടുണ്ട്. അവരെയാണ് നിങ്ങൾ ഒരു തൈമി എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നത്. ഫാസിൽ സാഹിബെ, നിങ്ങൾക്കത് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഉത്തുബി കഥ മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുന്നില്ലേ? അതുപോലെ ഇമാം ഖുർത്തുബിയിൽ വന്ന ഉദ്ധരണി, അതൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് മുസ്ലിയാരെ. നിങ്ങൾ ആദ്യം എൻ്റെ വോയിസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നിസ്കരിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊരാൾ പറഞ്ഞാൽ അത് നബിയെ അഭിസംബോധന ചെയ്യുന്ന ഒരു ശൈലിയാണ്. അത് ബലാഗയിൽ അതിനെക്കുറിച്ച് പഠിക്കും, അത് നേരിട്ട് കേൾക്കും എന്ന അർത്ഥത്തിലല്ല, അത് മജാസിയായ പ്രയോഗങ്ങളാണ്. അപ്പോൾ നബിയെ അങ്ങേക്ക് സലാം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയ്ക്ക് അറബി ഭാഷയിലെ ഒരു ശൈലിയാണ്. ആ ശൈലിയിലെ ഒരു പ്രയോഗം മാത്രമാണ് മുസ്തഷ്ഫിയൻ എന്നുള്ളതിന് പിൽക്കാലത്ത് ചിലർ ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന ഉത്തുബി കഥ ഒരുപാട് കിതാബിൽ വന്നു ഞങ്ങൾക്ക് ന്യായം പറഞ്ഞത്. കുറേ കിതാബിൽ വന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിയാരെ അത് പ്രമാണമാകും എന്നുള്ളത് ഏത് ഉസൂലാണ്? അത് നിങ്ങൾ കൊണ്ടുവന്നതൊക്കെ മുഖല്ലിദുകളെയാണ്. നിങ്ങൾക്ക് പൂർവികരെ കൊണ്ടുവരാൻ സാധിക്കുമോ? ഫൈൻ ആമനു ബി മിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ. അവർ നിങ്ങൾ വിശ്വസിച്ചതുപോലെ മറ്റുള്ളവരും വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി. സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്ത്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന അലൽ അസർ. ഉത്തമ തലമുറ എൻ്റെ തലമുറയാണ്, പിന്നെ പിറകെ വരുന്നവർ, അങ്ങനെ ആ 3 തലമുറ. അതിൽ നിന്ന് നിങ്ങൾക്ക് സ്വഹിയായ ഒരു സംഗതി കൊണ്ടുവരാൻ കഴിഞ്ഞോ? പ്രമാണം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇല്ല. നിങ്ങൾക്ക് പിന്നെ അയിമ്മത്തിനെ, മുജ്തഹിദുകളായ അയിമ്മത്തിനെ കൊണ്ടുവരാൻ സാധിച്ചോ? സാധിച്ചില്ല. 4 മദ്ഹബുകളിൽ ഏതെങ്കിലും ഒരു ഇമാമിനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചോ? സാധിച്ചിട്ടില്ല. വളരെ പിൽക്കാലക്കാരായ മുഖല്ലിദുകൾ ചില കാരണങ്ങളാൽ അവരുടെ തഫ്സീറിലോ മറ്റു കിതാബിലോ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രമാണമായി കൊണ്ടുവരികയാണ്. നിങ്ങൾ എന്തിനു കൊള്ളും? സൃഷ്ടികളോട് ഇസ്തിഹാസ ചെയ്യുക എന്നത് ഇസ്ലാമിലൊരു പുണ്യമായ കാര്യമാണെങ്കിൽ ഇങ്ങനെ വളച്ചൊടിച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല മുസ്ലിയാരെ. കൃത്യമായിട്ട് ഇത് അഖീദയുടെ ഒരു വിഷയമാണ്. അത് കൃത്യമായിട്ട് പ്രമാണങ്ങളുണ്ടാകും. കൊണ്ടുപോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇമാമിങ്ങളോടും അല്ലെങ്കിൽ ഔലിയാക്കളോടും ഇസ്തിഗാസ തേടുന്ന അധ്യായം എന്ന് പറഞ്ഞൊരു അധ്യായം സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ ഏതെങ്കിലും അറിയപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഷിയാക്കളെ കിതാബിൽ. ഷിയാക്കൾ തെളിവ് പിടിക്കുന്ന, ദുർവ്യാഖ്യാനിക്കുന്ന കുറേ ഹദീസുകളുണ്ട് അഹ്ലുസുന്നക്കെതിരെ. അത് തപ്പിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ മാത്രമാണല്ലോ നിങ്ങൾക്ക് സാധിക്കുന്നത്. തെളിവ് മനസ്സിലായില്ലേ? കിതാബിൽ നിന്നൊക്കെ എടുത്ത് അവർ തെളിവ് പറയുന്ന അതേ രീതിയിലാണ് നിങ്ങൾ തെളിവ് പറയുന്നത്. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുമായി നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിൽ നേരിടാൻ നിങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അള്ളാഹു ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.